ഹലോ എവരി വൺ നമസ്കാരം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് CSCയുടെ ട്രെയിൻ ബുക്കിംഗ് പോർട്ടലിൽ വന്ന പുതിയൊരു അപ്ഡേഷൻ ആണ്. എങ്ങനെയാണ് CSC വഴി IRCTCക്ക് വേണ്ടി രജിസ്റ്റർ ചെയ്യാം, KYC അപ്ഡേഷൻ, അതുപോലെ തന്നെ ആക്ടിവേഷൻ, ദെൻ ബുക്കിംഗിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ഇട്ടിരുന്നു. അത് നമ്മൾ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇന്ന് നോക്കാൻ പോകുന്നത് CSCയിൽ വന്ന പുതിയൊരു ട്രെയിൻ ബുക്കിംഗ് പോർട്ടലിൽ വന്ന പുതിയൊരു അപ്ഡേഷൻ ആണ്. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്തതിന് ശേഷം അത് ക്യാൻസൽ ചെയ്ത് 30 ദിവസത്തിനുള്ളിൽ OTP റീഫണ്ടിന് റിക്വസ്റ്റ് കൊടുത്താൽ മാത്രമേ VLEകൾക്ക് റീഫണ്ട് കിട്ടുള്ളൂ. ഒരു ടിക്കറ്റ് ക്യാൻസൽ ചെയ്ത് OTP വെരിഫൈയും കൂടി ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് റീഫണ്ട് കിട്ടുള്ളൂ. ഇത് ഒരു പക്ഷേ ചില സമയങ്ങളിൽ നിങ്ങൾ വെയിറ്റിംഗ് ലിസ്റ്റ് എടുത്തു, ക്യാൻസൽ ആയത് നിങ്ങൾ അറിഞ്ഞിരിക്കില്ല. കസ്റ്റമർ ചിലപ്പോൾ 30 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങളടുത്ത് വന്നിട്ട് പറയാൻ, ഞാൻ എടുത്ത അന്നത്തെ ടിക്കറ്റ് വെയിറ്റിംഗ് ലിസ്റ്റ് ആയിരുന്നു, അത് ക്യാൻസൽ ആയിരുന്നു, എനിക്ക് റീഫണ്ട് വേണമെന്ന്. അപ്പോൾ ഒരു ടിക്കറ്റ് ക്യാൻസൽ ആയി 30 ദിവസത്തിനുള്ളിൽ റീഫണ്ട് ചെയ്താൽ മാത്രമേ OTP വെരിഫൈ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് റീഫണ്ട് കിട്ടുള്ളൂ. 30 ദിവസം കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീട് പോർട്ടൽ IRCTCയുടെ പോർട്ടലോ CSCയുടെ പോർട്ടലോ നിങ്ങൾക്ക് OTP വെരിഫൈ ചെയ്യാൻ സാധിക്കില്ല. ചില കേസിൽ നിങ്ങൾ കൊടുത്ത ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ കൊടുത്ത കസ്റ്റമറുടെ നമ്പർ തെറ്റായിരിക്കാം. അപ്പോൾ ആ സമയത്തും നിങ്ങൾക്ക് ടിക്കറ്റ് ക്യാൻസൽ ചെയ്യാൻ കഴിയും, പക്ഷേ OTP വെരിഫൈ ചെയ്യാൻ കഴിയില്ല. കാരണം OTP അന്ന് ബുക്ക് ചെയ്തത് ഏത് നമ്പറാണ്, ആ നമ്പറിലേക്കാണ് OTP പോവുക. ആ കേസിലും നിങ്ങൾക്ക് എന്ത് കഴിയില്ല, പിന്നെ OTP വെരിഫിക്കേഷൻ ചെയ്യാൻ കഴിയില്ല. ഇങ്ങനെ രണ്ട് സാഹചര്യത്തിൽ, അതായത് ഒന്നിക്കും നിങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ കൊടുത്ത കസ്റ്റമറുടെ നമ്പർ തെറ്റാണെങ്കിലോ, അതല്ലെങ്കിൽ ടിക്കറ്റ് ക്യാൻസൽ ആയ വിവരം നിങ്ങൾ അറിയാതെ 30 ദിവസം കഴിഞ്ഞ് കസ്റ്റമർ നിങ്ങളടുത്ത് വന്ന് റീഫണ്ടിന് ആവശ്യപ്പെടുമ്പോഴോ, ഇങ്ങനെയുള്ള രണ്ട് സാഹചര്യത്തിലും നിങ്ങൾക്ക് പോർട്ടൽ വഴി, അതായത് നേരത്തെ കൊടുത്ത പോലെ OTP വെരിഫൈ ചെയ്തിട്ട് നിങ്ങൾക്ക് റീഫണ്ട് റിക്വസ്റ്റ് കൊടുക്കാൻ കഴിയില്ല. അതിന് നമുക്ക് വേറൊരു ഫോർമാറ്റാണ് ഉള്ളത്. അത് ഓൾറെഡി നമ്മുടെ CSCയുടെ പോർട്ടൽ ഇപ്പോൾ അപ്ഡേറ്റ് ആയിട്ടുണ്ട്. അതെങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ആദ്യമായിട്ട് നമ്മൾ എല്ലാവരും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, CSCSupport.in എന്ന് പറഞ്ഞ പോർട്ടൽ കയറുന്നു. അവിടെ വലതുഭാഗത്ത് മുകളിൽ ലോഗിൻ ക്ലിക്ക് ചെയ്യുന്നു. ലോഗിൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീട് ലോഗിൻ ആയിട്ട് ഇങ്ങനെയാണ് കാണാൻ സാധിക്കുക. ഇവിടെ അവർ സർവീസസ് ഉണ്ട്. അവർ സർവീസസിലെ ട്രെയിൻ കാണാം. ദെൻ ബുക്കിംഗ്, നേരെ ബുക്കിംഗ് ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്തതിന് ശേഷം പിന്നീട് നിങ്ങൾക്ക് കാണുന്ന വിൻഡോ ഇങ്ങനെയാണ്. ഇവിടെ നിങ്ങൾ നേരെ ഹിസ്റ്ററി ക്ലിക്ക് ചെയ്യുക. ഹിസ്റ്ററിയിൽ ട്രെയിൻ ക്ലിക്ക് ചെയ്യാം. ട്രെയിനിൽ നിങ്ങൾക്ക് ഈ ട്രെയിൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് കാണാൻ സാധിക്കും. സബ് മെനു, അവിടെ അപ്കമിങ് ജേർണി, ടിക്കറ്റ് ഹിസ്റ്ററി, റൈസ് റീഫണ്ട് റിക്വസ്റ്റ്, ക്യാൻസൽഡ് ടിക്കറ്റ്, വെയിറ്റ് ലിസ്റ്റ് ഓർ ഡ്രോപ്പ് PNR. ഇവിടെ വെയിറ്റ് ലിസ്റ്റ് ഓർ ഡ്രോപ്പ് PNR ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ എല്ലാം കാണാൻ സാധിക്കും. ഇപ്പൊ നിങ്ങൾ ക്യാൻസൽ ചെയ്ത OTP വെരിഫൈ ചെയ്തിട്ട് നിങ്ങൾക്ക് റീഫണ്ട് കിട്ടിയതിന്റെ സ്റ്റാറ്റസ് ഇവിടെ കാണാം. റീഫണ്ട് കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞിട്ട്. ദെൻ താഴെ നിങ്ങൾക്ക് കാണും റിക്വസ്റ്റ് ഫോർ റീഫണ്ട്. ഇതെന്ന് വെച്ചാൽ ഓൾറെഡി നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, ടിക്കറ്റ് ക്യാൻസൽ ചെയ്തിട്ടുണ്ട്, പക്ഷെ OTP വെരിഫൈ ചെയ്തിട്ടില്ല. ആ സാഹചര്യത്തിലാണ് ഞാൻ പറയുന്നത്, OTP വെരിഫൈ ചെയ്ത് 30 ദിവസം കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടിക്കറ്റ് ക്യാൻസൽ ചെയ്തിട്ട് 30 ദിവസം കഴിഞ്ഞാൽ OTP വെരിഫൈ ചെയ്യാൻ കഴിയില്ല. അതേപോലെ കസ്റ്റമറുടെ മൊബൈൽ നമ്പർ ചേഞ്ച് ആയാലും നിങ്ങൾക്ക് OTP വെരിഫൈ ചെയ്യാൻ കഴിയില്ല. ഈ സാഹചര്യത്തിൽ എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. നമ്മൾ നേരെ ഹിസ്റ്ററിയിൽ പോവുക. വീണ്ടും ആവർത്തിക്കുന്നു, ഞാൻ ട്രെയിൻ ക്ലിക്ക് ചെയ്യുക. ദെൻ വെയിറ്റിംഗ് ലിസ്റ്റ് ഓർ ഡ്രോപ്പ് PNR ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് ടിക്കറ്റ് ആണോ നിങ്ങൾക്ക് മാനുവലായിട്ട് റീഫണ്ടിന് വേണ്ടി റിക്വസ്റ്റ് കൊടുക്കേണ്ടത്, അതിന്റെ നേരെ റിക്വസ്റ്റ് ഫോർ റീഫണ്ട് എന്ന് കാണാൻ സാധിക്കും. പിന്നെ ഒരു കാര്യം ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് നോർമൽ OTP റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 days കൊണ്ട് കിട്ടും. ഇങ്ങനെയുള്ള റിക്വസ്റ്റിൽ ഏകദേശം ഒരു 1 month നിങ്ങൾക്ക് റീഫണ്ട് ആവാൻ സമയമെടുക്കും. അത് നിങ്ങൾ ശ്രദ്ധിക്കുക. റിക്വസ്റ്റ് ഫോർ റീഫണ്ട് ക്ലിക്ക് ചെയ്യുക. റിക്വസ്റ്റ് ഫോർ റീഫണ്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സൈറ്റ് ഇത്തിരി സ്ലോ ആണ്. കാരണം ലൈവ് കാണിച്ചു തരുന്നത് നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ PNR നമ്പർ, നിങ്ങൾക്ക് ഓൾറെഡി PNR നമ്പർ കാണാൻ സാധിക്കും. പാസഞ്ചർ നെയിം, ആരൊക്കെ യാത്ര ചെയ്യണമെന്നുള്ള പാസഞ്ചറിന് ഇവിടെ കാണാൻ സാധിക്കും. നമ്മൾ ആ പാസഞ്ചറിന്റെ നെയിം സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം PSP CSE ഗവർണൻസ് ഇന്ത്യ എന്നാണ്. ഇവിടെയാണ് മൊബൈൽ നമ്പർ ഓൺ PNR, അതായത് ക്ലയന്റിന്റെ മൊബൈൽ നമ്പർ, നിങ്ങൾക്ക് കസ്റ്റമറിന്റെ മൊബൈൽ നമ്പർ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. പിന്നെ കറക്റ്റ് മൊബൈൽ നമ്പർ, ഏതാണ് കറക്റ്റ് മൊബൈൽ നമ്പർ. ഇത് 30 ദിവസം കഴിഞ്ഞാലും മൊബൈൽ നമ്പർ ക്ലിയർ ആയിരിക്കും. 30 ദിവസം കഴിഞ്ഞാലും നിങ്ങൾക്ക് എന്തുണ്ടാവില്ല, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ OTP ഫോർ റീഫണ്ട് കൊടുക്കാൻ കഴിയില്ല. അവിടെയും നിങ്ങൾ അപ്പം എന്ത് ചെയ്യണം, കസ്റ്റമറുടെ വേറെ ഏതെങ്കിലും മൊബൈൽ നമ്പർ ഉണ്ടെങ്കിൽ ആ മൊബൈൽ നമ്പർ നിങ്ങൾ ഇവിടെ കൊടുക്കുക. ദെൻ അതിനുശേഷം റീസൺ ഫോർ നോട്ട് വെരിഫൈങ് OTP എന്നുള്ളത് തന്നെ നിങ്ങൾ അവിടെ എന്താണ് റോങ് മൊബൈൽ നമ്പർ എന്ന് കൊടുക്കുക ജസ്റ്റ്. അതിനുശേഷം അപ്ലോഡ് പാസഞ്ചർ ഫോം, അതിവിടെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ കഴിയും. പാസഞ്ചറിന്റെ ഫോം അത് ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്തതിന് ശേഷം പാസഞ്ചറിന്റെ ഡീറ്റെയിൽസ് ഇതിൽ ഫില്ല് ചെയ്യുക. ഫില്ല് ചെയ്തിട്ട് റിക്വസ്റ്റ് പാസഞ്ചറിന്റെ കൊടുക്കാം. ഇതിൽ PNR നമ്പറും അതുപോലെ തന്നെ പാസഞ്ചറിന്റെ പേരും
പാസഞ്ചറിന്റെ മൊബൈൽ നമ്പർ, ആദ്യം ബുക്ക് ചെയ്ത മൊബൈൽ നമ്പർ നിങ്ങൾക്ക് ഓൾറെഡി കാണാൻ കഴിയും. പിന്നെ കറക്റ്റ് മൊബൈൽ നമ്പർ എന്ന് പറഞ്ഞിട്ട് ഒരു മൊബൈൽ നമ്പർ ഇവിടെ കൊടുക്കുക. അതിനുശേഷം പാസഞ്ചറിന്റെ സിഗ്നേച്ചർ ഇവിടെ സൈൻ ചെയ്തതിന് ശേഷം ഈ ഫോം നിങ്ങൾ എന്ത് ചെയ്യണം, അപ്ലോഡ് ചെയ്യണം. ഈ ഫോമാണ് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടത്. ഇവിടെ അപ്ലോഡ് ചെയ്യുക. ദെൻ അതിനുശേഷം ഏത് ID പ്രൂഫാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നത്, പാൻ ആണോ, വോട്ടേഴ്സ് ID ആണോ, പാസ്പോർട്ട് ആണോ, ഡ്രൈവിംഗ് ലൈസൻസ് ആണോ, അതിൽ ഏതാണെന്ന് വെച്ചാൽ അത് ചൂസ് ചെയ്യുക. എന്നിട്ട് ആ പിന്നെ ഫോമും ആ പിന്നെ പ്രൂഫും കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, അപ്ലോഡ് ചെയ്യുക. അപ്ലോഡ് ക്ലിക്ക് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാം. അപ്ലോഡ് ചെയ്തതിന് ശേഷം ദെൻ നിങ്ങൾ ഇവിടെ എന്ത് ചെയ്യുക, സബ്മിറ്റ് ചെയ്യുക. പണ്ടാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ മാനുവൽ ആയിട്ടുള്ള ഈ ഫോം നിങ്ങൾ ഡിസ്ട്രിക്ട് മാനേജർക്ക് അയച്ചു കൊടുക്കും, ഡിസ്ട്രിക്ട് മാനേജർ അത് സ്റ്റേറ്റിന് അയച്ചു കൊടുക്കും, സ്റ്റേറ്റ് അത് സെൻട്രലിലേക്ക്. ഇങ്ങനെയായിരുന്നു പഴയ പ്രോസസ്സ്. ഇപ്പോഴങ്ങനെയല്ല, നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ ഈ പിന്നെ ഈ എന്താ പറയുക, ഈ പ്രോസസ്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, CSCയുടെ പോർട്ടലിൽ തന്നെ ചെയ്യാവുന്നതാണ്. എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് റീഫണ്ട് കിട്ടും. ബട്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നോർമലി നിങ്ങൾക്ക് OTP വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം 2 ഡേയ്സ്, അതായത് 24 ഹവേഴ്സിൽ റീഫണ്ട് വരുന്നുണ്ട്. ബട്ട് മാക്സിമം പോയി കഴിഞ്ഞാൽ 2 ഡേയ്സ് ആണ് നിങ്ങൾക്ക് റീഫണ്ട് കിട്ടുക. പക്ഷേ ഈ പ്രോസസ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് പിന്നെ എന്താ പറയുക, ചിലപ്പോൾ 1 മാസത്തോളം നീളും റീഫണ്ട് കിട്ടാൻ. അത് മാത്രം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. സോ വളരെ സിമ്പിൾ ആണ്. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നത്, ജസ്റ്റ് നിങ്ങൾ ഹിസ്റ്ററിയിൽ പോവുക, അതുപോലെ തന്നെ ട്രെയിൻ ക്ലിക്ക് ചെയ്യുക, ദെൻ വെയിറ്റിംഗ് ലിസ്റ്റ് ഓർ ഡ്രോപ്പ് ലിസ്റ്റ് PNR സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം കസ്റ്റമറുടെ പാസഞ്ചർ നെയിം കൊടുക്കുക. മൊബൈൽ നമ്പർ ഓൾറെഡി ബുക്ക് ചെയ്യുന്ന സമയത്തുള്ളത് കാണിക്കും. ഇവിടെ കറക്റ്റ് മൊബൈൽ നമ്പർ എന്നുള്ളത് വേറെ ഏതെങ്കിലും കസ്റ്റമറുടെ മൊബൈൽ നമ്പർ കൊടുക്കുക. റീസൺ ഫോർ നോട്ട് വെരിഫൈങ് OTP എന്നുള്ളതിന് നിങ്ങൾ റോങ് മൊബൈൽ നമ്പർ എന്ന് കൊടുക്കുക. ദെൻ പാസഞ്ചറുടെ ഇവിടെ ഫോം ഡൗൺലോഡ് ചെയ്യാൻ കഴിയും. ആ ഡൗൺലോഡ് ചെയ്ത ഫോം ഇവിടെ അപ്ലോഡ് ചെയ്യുന്ന പാസഞ്ചറിന്റെ ഫോം ഡൗൺലോഡ് ചെയ്തിട്ട് അത് കംപ്ലീറ്റ് ഫില്ല് ചെയ്തിട്ട് പാസഞ്ചറിന്റെ സൈൻ ചെയ്തിട്ട് സ്കാൻ ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യുക. ദെൻ പാസഞ്ചറിന്റെ വോട്ടേഴ്സ് ID ഏതാണെന്ന് വെച്ചാൽ അതും എന്ത് ചെയ്യുക, അപ്ലോഡ് ചെയ്യുക. അപ്ലോഡ് ചെയ്യുമ്പോൾ കഴിയുന്നത് വോട്ടേഴ്സ് ID നിങ്ങൾ എന്ത് ചെയ്യുക, സെൽഫ് അറ്റസ്റ്റഡ് വെച്ചിട്ട് അപ്ലോഡ് ചെയ്യുക. അപ്ലോഡ് ചെയ്തതിന് ശേഷം സബ്മിറ്റ് കൊടുക്കുക. ഇത്രയുമാണ് പ്രോസസ്സ്. മാക്സിമം 30 ഡേയ്സിനുള്ളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, റീഫണ്ട് ലഭിക്കുന്നതാണ്. താങ്ക് യു.